ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഇറാന്റെ നിലപാട് കടുക്കുന്നു. പിന്മാറ്റം അമേരിക്കൻ കോൺഗ്രസ് ചോദ്യം ചെയ്യുമ്പോൾ മൗനം പാലിക്കുന്ന ട്രംപിനെ കാണാൻ കഴിയുന്നു. നമുക്കറിയാം, ഫെബ്രുവരി 28 മുതൽ സംയുക്തമായിട്ട് എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ആക്രമണം ഇറാന് മേൽ ഇസ്രയേലും അമേരിക്കയും കൂടി തൊടുത്തുവിട്ടിരുന്നു. അന്ന് അമേരിക്ക പ്രതീക്ഷിച്ചത് ഇറാനെ തീർത്ത് കളഞ്ഞ് ഇറാന്റെ എല്ലാം കൈക്കലാക്കാം എന്നുള്ള ഒരു മോഹമായിരുന്നു. പക്ഷെ ആ മോഹത്തിന് അധിക നാൾ പോകേണ്ടി വന്നില്ല. കാരണം ഇറാന്റെ നിലപാടും ഇറാന്റെ കരുത്തുറ്റ പ്രതികരണവും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായി. അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അമേരിക്ക ആകെ മൊത്തത്തിൽ തളർന്നു. ഇന്ന് ലോകം മൊത്തം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടം വരെ അമേരിക്ക ഈ ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തെ കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മുടെ ലോകത്തെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ ഒരു യുദ്ധം മൂലം ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇനി ഇറാനോടൊപ്പം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ അടിയറവ് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഇതിനി മറ്റൊരു തുടക്കത്തിനാണോ എന്നതും കൂടി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഒരു സാഹചര്യം, അതായത് ഈ മാസങ്ങളിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കാറായെന്നും ഗൾഫ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏപ്രിൽ 7 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, യുദ്ധം തുടങ്ങി 2 ആഴ്ച യുദ്ധം വലിയ രീതിയിൽ തന്നെ കൊടുമ്പിരി കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് അതിനുശേഷം വെടിനിർത്തൽ കരാറിലേക്ക് ആദ്യം ചൂടെടുത്ത് വെച്ചത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അത് 5 ദിവസമായി, പിന്നീട് 10 ദിവസമായി, അത് പിന്നീട് 20 ദിവസമായി. വീണ്ടും ആ ഒരു കരാർ 2 ആഴ്ചത്തേക്കും കൂടി നീട്ടുന്ന സാഹചര്യമാണ് പിന്നീട് ലോകം കണ്ടത്. നമുക്കറിയാം, ഈ യുദ്ധത്തിൽ എത്രത്തോളമാണ് ട്രംപിന് ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. കാരണം ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ട്രംപിന് നല്ല രീതിയിൽ തന്നെ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ഈ കരാറുകൾ നീട്ടിയും വെടിനിർത്തലൊക്കെ നീട്ടിക്കൊണ്ടും ട്രംപ് പോയത്. എന്തായാലും യുദ്ധം അവസാനിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നതിന്റെ വക്കിലാണെന്നും ദൗത്യം പൂർത്തിയായെന്നും ട്രംപ് അവകാശപ്പെടുമ്പോൾ മറ്റൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതുപോലെ അമേരിക്കൻ കോൺഗ്രസ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇത് പൂർത്തിയായത് അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുന്നു എന്നത് പറയുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ഇറാന് മുന്നിൽ അടിയറവ് പറയുകയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരം പ്രതികരണങ്ങളോടും അത്തരം വാർത്തകളോടും ഒന്നും തന്നെ ഈ ട്രംപ് യാതൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ട്രംപിന്റെ ഒരു രീതി അനുസരിച്ച് ഏത് കാര്യവും പോയി കൈയിട്ടെടുത്ത് അവിടെ പ്രതികരണങ്ങളൊക്കെ നടത്തി പ്രസ്താവനകളൊക്കെ ഇറക്കി എന്തെങ്കിലും മണ്ടത്തരമെങ്കിലും പറയും. പക്ഷെ ഇത്തവണ ട്രംപിന് അത്തരം കാര്യങ്ങൾ പോലും പറയാനുള്ള ഒരു മാനസിക നിലയല്ല എന്നുള്ളതാണ്. എന്തായാലും യുദ്ധം പൂർണ്ണമായിട്ടും പൂർത്തിയായെന്ന് അവകാശം പറഞ്ഞ് ഈ പിൻവാങ്ങുന്ന ട്രംപിന് വലിയൊരു തിരിച്ചടി കൂടിയുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞ നവംബറിലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, അത് ട്രംപിന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകുമെന്ന് ഇപ്പോഴേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇനി ഗൾഫിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. വെടിനിർത്തൽ കരാറിൽ പ്രാബല്യത്തിൽ വന്നതോടെ ഗൾഫ് മേഖലയിലെ താൽക്കാലിക പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹോർമുസ് കടലിടുക്ക് ഒരു നിർണായക ഘട്ടമായിട്ട് അവർക്ക് നേരിടേണ്ടി വരും. എന്തായാലും ഈ അമേരിക്കൻ പിന്മാറ്റം 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പിന്മാറുമെന്ന സൂചന ട്രംപ് നൽകിയിരുന്നു. അതായത് സഖ്യകക്ഷികളെ പ്രതിസന്ധിയിലാക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു. ഈ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളൊരു സൂചനയൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇറാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ ഇപ്പോൾ അത്തരം ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു. ഇനി ഇറാന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത നിലപാടുകൾ തുടർന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഏറ്റവും കടുപ്പമേറിയ നിലപാടാണ് ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. അതുവഴിയുള്ള കപ്പലുകൾ, ആയിരക്കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അത്തരം നിലപാടുകൾ ഇറാൻ ഘടിപ്പിച്ചതോടെ അതിനു മുന്നിൽ അടിയറവ് പറയുക അല്ലാതെ അമേരിക്കയ്ക്ക് മറ്റൊരു മാർഗവുമില്ല. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. സംഘർഷം അയഞ്ഞെങ്കിലും മേഖലയിൽ സ്ഥിതിഗതികൾ ഇപ്പോഴും അസ്ഥിരമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല,
പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് മടങ്ങാൻ സമയമെടുക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. എന്തായാലും വലിയൊരു പ്രഖ്യാപനം ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ അവസാനിച്ചിരിക്കുകയാണ്, വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. യുദ്ധം ചെയ്ത് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ്, ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ്, അവരുടെ എണ്ണപ്പാടങ്ങൾ ഞങ്ങളുടെ കൈക്കുള്ളിലാണെന്ന് പറഞ്ഞ ട്രംപിന് ഇപ്പോൾ അതൊന്നും വേണ്ട, ഒരു മണ്ണ് പോലും വേണ്ട, യാതൊരു കാര്യവും വേണ്ട, ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് നയപരമായിട്ട് ചില നീക്കങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ തൽക്കാലം വിജയിച്ചു എന്ന് പറഞ്ഞ പൊള്ളയായിട്ടുള്ള വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ കരഞ്ഞ് മാനസിക നില തെറ്റി ട്രംപ് ഇന്ന് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ട്രംപ് രംഗത്തെത്തുമ്പോൾ കോൺഗ്രസിന് കത്തയച്ചിരുന്നു. അതായത് ഏപ്രിൽ 7 മുതൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പാലിക്കുന്നുണ്ടെന്നും അതിനാൽ പോരാട്ടം അവസാനിച്ചതായിട്ടാണ് ട്രംപിന്റെ നിലപാട് എന്ന് നമുക്കറിയാം. 60 ദിവസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. അത് കാറ്റഗറി അല്ല, ഒരു കരാർ ഉണ്ടായിരുന്നു. അതായത് 1973 വാർ പവേഴ്സ് റെവല്യൂഷൻ പ്രകാരം 60 ദിവസത്തിനകം യുദ്ധം തുടരാൻ പാർലമെന്റിന്റെ അനുമതി വേണമെന്നുള്ള ഒരു കടമ്പ അത് ഉണ്ടായിരുന്നു. ആ കടമ്പ മറികടക്കാനാണ് മെയ് 1 തൊട്ട് മുമ്പ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷേ അത് യാതൊരു തരത്തിലും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ അയച്ച കത്തിൽ ഏപ്രിൽ 7 ശേഷം പുതിയ വെടിവെപ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സൈനിക നീക്കം അവസാനിച്ചതിന്റെ ഇനി കോൺഗ്രസിന്റെ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. എങ്കിലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും 50,000-ലധികം അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള ഭീഷണി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സമാധാനം പുനഃസ്ഥാപിക്കാനാണ് മുൻഗണനയെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ ട്രംപിന്റെ ഈ നയതന്ത്രപരമായിട്ടുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റുകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇറാൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ നാവിക ഉപരോധം തുടരുന്നത് യുദ്ധത്തിന്റെ ഭാഗമാണെന്നും ഭരണഘടനയിൽ യുദ്ധം താൽക്കാലികമായിട്ട് നിർത്താൻ പ്രത്യേക പോസ്റ്റ് ബട്ടൺ ഇല്ല എന്നും സെനറ്റർ ടീം കെയർ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 10 മാസത്തിലേറെയായി മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്ന കപ്പൽ ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങളിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ചർച്ചകളിൽ പുരോഗതിയില്ലാത്ത പശ്ചാത്തലത്തിൽ നാവികസേനയുടെ പ്രതിനിധിയാണ് കപ്പൽ മടങ്ങുന്ന വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യുദ്ധം എത്രത്തോളം കടുപ്പിക്കാൻ വന്ന ട്രംപാണ് ഇന്ന് ജെറാൾഡ് ഫോർ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വീരവാദങ്ങളൊക്കെ മുഴങ്ങി ഇപ്പം വിഴുങ്ങും ഇറാനെ എന്ന് പറഞ്ഞ് അതേ കപ്പലൊക്കെ പിൻവാങ്ങുകയാണ്. ഇപ്പോൾ ട്രംപ് ആകെ മൊത്തവും പോയി ഒരു മാനസിക നില തെറ്റി ഇനി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദീർഘകാലത്തെ കടൽ വിന്യാസത്തിനിടയിൽ കപ്പലിനുള്ളിലുണ്ടായ സാങ്കേതിക തകരാറുകൾ നേരത്തെ തന്നെ മുൻകൂട്ടി റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. എന്നാൽ ആ വാദങ്ങളൊക്കെ തള്ളി ട്രംപ് വീണ്ടും വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കപ്പൽ അവിടുന്ന് നീക്കുന്നതായിട്ടാണ് പറയുന്നത്. എങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ അന്തർവാഹിനി കപ്പൽ ഗൾഫ് മേഖലയിൽ കടന്നാൽ ഈ പറയുന്ന ഇറാൻ പലതവണയായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ എയർബേസുകളും അതുപോലെ തന്നെ എല്ലാം തകർക്കുമെന്ന്. അപ്പോൾ അങ്ങനെ അതായത് ഒരു നീക്കുപോക്കില്ലാതെ, ഒരു ചർച്ചയില്ലാതെ, പുരോഗതി ഇല്ലാത്ത ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ വല്ല രീതിയിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കപ്പൽ വലിയ രീതിയിൽ തന്നെ നശിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അത്തരം നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും മാർച്ചിൽ ഇറാന്റെ ആക്രമണത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാവികർക്ക് പരിക്കേറ്റതും കപ്പലിലെ ടോയ്ലറ്റ് സംവിധാനത്തിലുണ്ടായ ഗുരുതര പിഴവുകളും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അമേരിക്കൻ യൂറോപ്യൻ കമാൻഡിന്റെ പരിധിയിലുള്ള മേഖലയിലാണ് ഈ ഭീമൻ കപ്പൽ മാറ്റിയിരിക്കുന്നത്. അന്ന് പക്ഷേ ഇറാന്റെ ആക്രമണം മൂലമാണ് കേടുപാടുകൾ സംഭവിച്ചത് എന്ന് IRGC പറയുമ്പോഴും അതിനെ അല്ലെങ്കിൽ അത്തരം കാരണങ്ങളല്ല എന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അമേരിക്കൻ സൈനിക മേധാവികൾ രംഗത്തെത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു പ്രഹരം ഏറ്റിരിക്കുകയാണ്, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്
പിന്മാറുന്നത്. അത്തരം മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ഇറാനെ ഭയന്നിട്ട് തന്നെയാണ്. ഏറ്റവും വലിയ കപ്പൽ മടങ്ങിയെങ്കിലും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം അമേരിക്ക കുറച്ചിട്ടില്ല. USS അബ്രഹാം ലിങ്കൻ, USS ജോർജ് H.W. ബുഷ് എന്നീ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ 20ഓളം യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ പെട്രോളിംഗ് തുടരുകയാണ്. ഇറാൻ ഏർപ്പെടുത്തുന്ന ഗതാഗത തടസ്സങ്ങളും അമേരിക്കയുടെ ഉപരോധങ്ങളും നിലനിൽക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരുന്ന 60 ദിവസത്തെ കാലാവധി അവസാനിരിക്കെയാണ് ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നത്. പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കാനാകും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം ട്രംപ് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് അത് മാറ്റി പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, ഒരു വശത്ത് സമാധാനം പറഞ്ഞിട്ട് മറുവശത്ത് ആക്രമണം തുടരുന്ന ട്രംപിനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പം ഇത്തരം നീക്കങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ പിന്മാറുന്നു, യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആക്രമണത്തിൽ ഒരു താൽക്കാലിക ആശ്വാസമുണ്ടെങ്കിലും ഈ ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. ട്രംപ് എന്തായാലും ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആകെ നിലവിളിക്കുകയാണ്, ആകെ അടിയറവ് പറയുകയാണ്, മുട്ടുമടക്കിയിരിക്കുകയാണ്, ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. ട്രംപ് ഇനി നിന്ന് കഴിഞ്ഞാൽ എല്ലാം നശിക്കും, എല്ലാം പൂർണ്ണമായും കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് പിന്മാറുന്നത്. പക്ഷേ ഈ കാരണങ്ങൾ പറഞ്ഞ് പിന്മാറുമ്പോൾ മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്രമണം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ വീണ്ടും ട്രംപിനെ ഏൽക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് ഇരട്ടിയായിരിക്കും. എന്തായാലും ഇറാന്റെ നിലപാടുമായിട്ട് രംഗത്തെത്തുമ്പോൾ ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രസ്താവനകളല്ല, മറിച്ച് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പോൾ അത്തരം നീക്കങ്ങളിൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ എല്ലാ മേഖലകളെയും, അതായത് എയർബേസ് ഉള്ള എല്ലാ മേഖലകളെയും ഞങ്ങൾ UAE ഉൾപ്പെടെയുള്ള മേഖലയൊക്കെ ഞങ്ങൾ വേദനാജനകമായിട്ട് മാറ്റുമെന്ന് പറയുമ്പോൾ തന്നെ ട്രംപിന് അത് എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി എന്ന് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളിലേക്കും വീരവാദങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും അമേരിക്ക മുതിരാത്തത്, ട്രംപ് മുതിരാത്തത്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ട്രംപ് അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്.